ചരിത്രത്തിലെ നായകന്മാരായിരുന്നവരെ പറ്റി പറയുന്ന ഒരു വ്യാഖ്യാനം മഹാന്മാരായി ജനിക്കുന്നവരുമുണ്ട്, മഹാന്മാരായി രൂപപ്പെടുന്നവരുമുണ്ട് എന്നാണ്. ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിലാണ് MC വർഗീസ് സാറ് ഉൾപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിടത്തരം ഗ്രാമീണ കാർഷിക കുടുംബത്തിൽ ജനിച്ച് പ്രതിബന്ധങ്ങളോടൊക്കെ പടവെട്ടി സമൂഹത്തിൻ്റെ പ്രത്യേകമായ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ആ ആവശ്യങ്ങളോട് പ്രതികരിച്ച് അദ്ദേഹത്തിൻ്റേതായ ഒരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്ത ഒരാളായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. വർഗീസ് സാറ് കോട്ടയത്തിൻ്റെ ഒരു ഭാഗ്യമായിരുന്നു എന്നുള്ളതാണ് സത്യം. കോട്ടയം എത്രയോ മഹാരഥന്മാരുടെ ജീവിതം കൊണ്ട്, ജന്മം കൊണ്ട് ഒക്കെ അനുഗ്രഹീതമായ ഒരു നഗരമാണ്. അദ്ദേഹം കോട്ടയത്തിന് പിൽക്കാലത്ത് ഉണ്ടാക്കിയ യശസ് അദ്ദേഹത്തിന് മംഗളം പത്രം തുടങ്ങാനും പിന്നീട് മംഗളം മാനേജ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അതിൽ തന്നെ സ്കൂളുകളായും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളായും ട്രെയിനിങ് കോളേജുകളായും എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യാ കേന്ദ്രങ്ങളായും ഒക്കെ ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുത്ത് കേരളത്തിലെ യുവജനങ്ങൾ, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവജനങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്ന് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് സമൂഹത്തിന് സംഭാവന ചെയ്യാനും കഴിഞ്ഞിട്ടുള്ളത്. മംഗളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ട് 40 വർഷമാകും. അതോടൊപ്പം ഇപ്പോൾ മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് 25 വർഷം രജത ജൂബിലിയായിരിക്കുന്നു. ഈ സ്ഥാപനങ്ങളെല്ലാം മംഗളം ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തീർച്ചയായും കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ, സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ വളർച്ചയുടെ ചരിത്രത്തിൽ വലിയ സംഭാവനകളെ സമർപ്പിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾക്ക് എല്ലാ കാലത്തും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, വളരെ വിനയപൂർവ്വം ആശംസിക്കുകയും ചെയ്യും.